ചെയ്യാന് കുറച്ച് പെയിന്റും 2-3 ബ്രഷും മാത്രം മതി കേട്ടോ. പിന്നെ ഈ ബ്രഷ് പെൻസും ടോംസിന്റെ കളർ പെൻസിൽസ് ഒന്നും വേണ്ട. ഇത് വെറുതെ നമ്മളൊന്ന് കാണിച്ചേ ഉള്ളൂ. പെയിന്റിംഗ് ചെയ്തെടുക്കാൻ ഈ ഒരു ഫാബ്രിക് പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രീ വരക്കാന്ന് നോക്കാം. ഈ കാണിച്ച ഡ്രോയിങ് ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തെടുത്തതാണ്. കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് വരക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ. നോട്ട് ദ പോയിന്റ് കുറച്ചൊക്കെ എന്നാട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ഫാബ്രിക് പെയിന്റ് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡ്രോയിങ്ങിന്റെ ഈ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഇനിയും ഇതുപോലത്തെ ഡ്രോയിങ് ചെയ്യുന്ന ലോങ് വീഡിയോ വേണം എന്നുള്ളത് ഒന്ന് കമന്റ് ആക്കണം കേട്ടോ. അല്ലടോ, നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കി. പിന്നെ ഇത് മാത്രമല്ല വേറെ വീഡിയോ കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തോലുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഗ്രീനിന്റെ ഒരു 3-4 ഷെയ്ഡാണ് നമ്മളെ കയ്യിലുള്ളത്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താല് ഇലകളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ എല്ലാ ഷെയ്ഡും കൂടി ചെയ്താലേ ഒന്നും കൂടി ഒറിജിനാലിറ്റി നമുക്ക് തോന്നുള്ളൂ. പിന്നെ എന്റെ കയ്യിലുള്ള പെയിന്റ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. റേറ്റ് വന്നിട്ട് ഒരു 150 ഉള്ളൂ. ഷെയ്ഡ്സ് വരുന്നത് 18 ഷെയ്ഡാണ് വരുന്നത്. പെയിന്റിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. മരത്തടിക്ക് ഒരു കാപ്പി ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഡ് കളറും ബ്ലൂവും മിക്സ് ആക്കിയാൽ ഇതുപോലത്തെ കാപ്പി ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി കളർ മിക്സിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള ലോങ് വീഡിയോ വേണ്ടവര് ഒന്ന് കമന്റ് ആക്കണം കേട്ടോ. പിന്നെ നമുക്ക് കമന്റ്സ് വന്നിട്ടുണ്ട് ഡ്രോയിങ് ചെയ്യോ പറഞ്ഞിട്ട്. അതാണ് നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ട് പെയിന്റിംഗ് ചെയ്തെടുക്കണത്. നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുള്ളത് തെഹലിയ അനന്യ. നിങ്ങൾക്ക് നമ്മളെ വക ഒരു ബിഗ് ഹായ്. പിന്നെ പേര് പറയാ ചോദിച്ചിട്ടുള്ള കുറെ അധികം കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ ഒരു കുട്ടി എന്നോട് പേര് പറഞ്ഞില്ല പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ആളെ ആ കമന്റ്സ് ഇട്ടപ്പോ ഇങ്കും സങ്കടമായി. സത്യം പറഞ്ഞാൽ ഈ ഷോർട്സ് 1 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എഡിറ്റിംഗിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്നതാണ്. അത് വെച്ച് നമ്മൾ പറയാതിരിക്കൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ഇട്ടോളൂ. എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവൂലേ?
നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് വരച്ച ഈ ഒരു ട്രീ സ്കൂളിലൊക്കെ ഇതുപോലത്തെ ട്രീ വരക്കാൻ പറഞ്ഞാൽ ഇതുപോലത്തെ അങ്ങോട്ട് വരച്ചോളേ. സിമ്പിളും ആണ്, കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും. ലൈക്കും ഷെയറും ഒക്കെ മറക്കാതെ ചെയ്യോണ്ട് കേട്ടോ. അപ്പൊ ബൈ, വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.